യാത്രയുടെ 17ാമത്തെ ദിവസമാണ് ഇന്ന്. 2 ദിവസം ഞങ്ങൾ ജിബിയിൽ താമസിച്ചായിരുന്നു. 11 മണിയോടുകൂടി നമ്മൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് നമ്മൾ ജിബി വിട്ട് പോവുകയാണ്. കുത്തനെയുള്ള കയറ്റവും ഇറക്കമുള്ള റോഡാണ്. ജിബി ഏകദേശം 6000 അടി ഉയരത്തിലാണ്. നമുക്കിനി പോകേണ്ടത് ജലോറി പാസിലേക്കാണ്. ജലോറി പാസ് എന്ന് പറയുന്നത് സീ ലെവലിൽ നിന്ന് 11,000 അടി ഉയരത്തിലേക്കാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു കുത്തനെ കയറ്റത്തിലേക്ക് നമ്മൾ കയറുകയാണ്. ജിബിയിൽ നിന്ന് ജലോറി പാസിലേക്ക് 12 കിലോമീറ്റർ ദൂരമുണ്ട്. വളരെ ശ്രദ്ധിച്ചു വേണം ഈ റോട്ടിൽ കൂടെ പോകാൻ. കാരണം കുത്തനെയുള്ള കയറ്റം, ഒരുപാട് വളവുകളും തിരിവുകളും, അതുപോലെ പലയിടത്തും റോഡ് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എതിരെ വണ്ടി ഹോണൊന്നും അടിക്കത്തില്ല, പെട്ടെന്ന് വന്ന് കയറും. ഇതാണ് ജലോറി പാസ്. ഇവിടെ നിന്ന് നമ്മൾ ആ കാണുന്ന വഴിയെ ഒരു 5 കിലോമീറ്റർ നടന്നു പോയാൽ ജലോറി ലേക്കിലെത്താം. പക്ഷെ ഞങ്ങൾ പോകുന്നില്ല, കാരണം സമയം വളരെ കുറവാണ്. പിന്നെ അവിടെ ഐ ലവ് ജലോറി എന്നൊരു ഫോട്ടോ പോയിൻ്റൊക്കെ ഉണ്ട്. താഴെ കുറേ കടകളുണ്ട്, എക്കോ ഷോപ്പുകളാണ്. ഇതിലെ യാത്ര ചെയ്യുന്ന ആൾക്ക് ഒന്ന് വിശ്രമിക്കാനും ചായ കുടിക്കാനും എന്തെങ്കിലും കഴിക്കാനും ഒക്കെ ഇവിടെ പോകാവുന്നതാണ്. അതുപോലെ ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു അട്രാക്ഷനാണ് രഘുവീർ ഫോർട്ട്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ഫോർട്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്തു നിന്ന് ഏകദേശം 3 കിലോമീറ്ററോളം നടന്നു പോയാൽ രഘുവീർ ഫോർട്ടിലെത്താം. അങ്ങനെ പ്രധാനപ്പെട്ട 5 അട്രാക്ഷൻസാണ് ഇവിടെ ഉള്ളത്. ജിബി വാട്ടർഫാൾ, മിനി തായ്ലൻഡ്, ജലോറി ലേക്ക്, രഘുവീർ ഫോർട്ട്, പിന്നെ ചീനിക്കോട്ടി, ഈ സ്ഥലങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ച് വീണ്ടും താഴേക്ക് ഇറങ്ങുകയാണ്. ഈ ജലോറി പാസിൽ നിന്ന് ഇനി താഴേക്കാണ് ഇറങ്ങേണ്ടത്. കുത്തനെയുള്ള ഇറക്കമാണ്. അങ്ങ് അകലെ മലമുകളിൽ എന്തോ ഒരു വെള്ള കളറിലുള്ള കൂടാരം പോലെ കണ്ടു. അതൊക്കെ ആപ്പിൾ മരങ്ങളാണ്. ആപ്പിൾ മരങ്ങളെ നെറ്റിട്ട് കവർ ചെയ്തിട്ടിരിക്കുകയാണ്. ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ആപ്പിൾ വിളയുന്നത്.
ഈ താഴ്വരയാകെ പൈൻ മരങ്ങളും അതുപോലെ ദേവദാരു മരങ്ങളുമാണ്. ഇതാണ് ദേവദാരു. ഇതിൻ്റെ ഈ ഒരു ബ്രാഞ്ചസ് ഒക്കെ ഈ രീതിയിലാണ്, അതോ ഇലകൾക്ക് വ്യത്യാസമുണ്ട്. ഇത് ദേവദാരുവിൻ്റെ തൈയാണ്. അതിൽ ഇത് പൈൻ മരമാണ്. പൈൻ മരത്തിൻ്റെ ആ ചെടിയാണ്. ആ ഇലകൾക്കൊരു വ്യത്യാസമുണ്ട്. നീണ്ട ഇലകളാണിങ്ങനെ. ഇവിടെ എല്ലാം ആപ്പിൾ കൃഷിയാണ്. ഈ ആപ്പിൾ മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ നെറ്റിട്ട് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ ആദ്യം കരുതിയത് കിളി കൊത്താതിരിക്കാനാണെന്നാണ്. പിന്നെ വേറൊരാൾ പറഞ്ഞു കേട്ടു ഈ കുരങ്ങന്മാർ വന്ന് പറിക്കാതിരിക്കാനാണ്. പിന്നെ വേറൊരാൾ പറഞ്ഞു ഈ ആലിപ്പഴം വീഴുന്ന സമയത്ത്, ഈ മഞ്ഞ് വീഴുന്ന സമയത്ത് ആലിപ്പഴം വീണിട്ട് ഇത് ആപ്പിളെല്ലാം ഡാമേജ് ആയി പോകും, അങ്ങനെ പോകാതിരിക്കാനാണെന്നും പറയുന്നു. റോഡ് പലയിടത്തും ഭയങ്കര വിഷയമാണ്. പലയിടത്തും മണ്ണിടിഞ്ഞ് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുകളിൽ നിന്ന് കല്ല് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മളിപ്പോൾ അന്നി എന്ന സ്ഥലത്തെത്തി. ANNI അന്നി. അപ്പോൾ ഇവിടെ ഒരു ഘോഷയാത്ര നടക്കുകയാണ്. റോഡ് കംപ്ലീറ്റ് ബ്ലോക്കാണ്, വണ്ടികളൊന്നും വിടത്തില്ല. അങ്ങനെ ഞങ്ങൾ വണ്ടി സൈഡിൽ പാർക്ക് ചെയ്തു. ഉച്ച സമയമാണ്, നല്ല വിശപ്പുണ്ട്. അപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ തീരുമാനിച്ചു. കുറേ നാളുകൾക്ക് ശേഷം നല്ല ഉച്ചഭക്ഷണം കഴിച്ചത് അവിടെ നിന്നായിരുന്നു. ചോറ്, പപ്പടം, പനീർ കറി, സബ്ജി, റെയ്ത്ത, ദാൽ കറി, 4 റൊട്ടി. ആകെ 120 രൂപ അവർ വാങ്ങിച്ചതുള്ളൂ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഇവിടത്തൊക്കെ റോഡുകൾ ഭയങ്കര ഇടുങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് 2 സൈഡും പോലീസുകാർ നിന്ന് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇവിടുന്ന് വണ്ടി കയറ്റി വിടുകയാണ്. ജിബി പോകുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ജിബി എത്തുന്നതിന് മുമ്പ് ബഞ്ചാർ എന്നൊരു സ്ഥലമുണ്ട്. അവിടെയാണ് പെട്രോൾ പമ്പ് ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ 5-6 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ജിബി എത്തുക. ജിബി കഴിഞ്ഞാൽ പിന്നെ 45 കിലോമീറ്റർ അകലെയുള്ള ഈ സ്ഥലത്താണ് പെട്രോൾ പമ്പ് ഉള്ളത്. അതുപോലെ ജിബി കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു ടൗൺ എന്ന് പറയുന്നത് ഈ അന്നിയാണ്. അന്നിയൊക്കെ കടന്ന് നമ്മൾ പെട്രോളൊക്കെ അടിച്ച് താഴേക്ക് വരുമ്പോൾ മനോഹരമായൊരു സ്ഥലം കണ്ടു. ചുറ്റും മലനിരകളാണ്. അതിന് താഴെ മനോഹരമായൊരു പാടം. അവിടെ ഗോതമ്പുണ്ട്, അതുപോലെ തന്നെ ചെറിയുണ്ട്, അതുപോലെ നമ്മളെ മാതളമൊക്കെ കൃഷി ചെയ്തിരിക്കുകയാണ്. നല്ല മനോഹരമായൊരു വ്യൂ ആണത്. നമ്മളങ്ങനെ പാടമൊക്കെ നോക്കി നിന്നപ്പോൾ തൊട്ടടുത്ത കടയിൽ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. പുള്ളി ഇങ്ങോട്ട് ഇറങ്ങി വന്നു. എന്നിട്ട് നമ്മൾ ഇവിടുത്തുകാരല്ലെന്ന് മനസ്സിലായി, അതുപോലെ സഞ്ചാരികളാണെന്നും മനസ്സിലായി. അപ്പോൾ നമ്മളെ സഹായിക്കണമെന്ന് പുള്ളിക്കുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ താമസിക്കുന്ന ആ ഗ്രാമവാസികൾ പുറത്തു പോയി ജോലിയും ചെയ്യും, അതേസമയം തന്നെ അവർ കൃഷിയും പരിപാലിച്ച് നടത്തിക്കൊണ്ട് പോവുകയാണ്. കൃഷി അവരുടെ ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗം കൂടിയാണ്. ഈ ആളുകളുടെ മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു മനസ്സാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. നമ്മളൊന്നും ചോദിച്ചൊന്നുമില്ല, ഇങ്ങോട്ട് ഇറങ്ങി വന്ന് തന്നെ നമ്മളെ പരിചയപ്പെട്ട് സംസാരിച്ചു.
ഈ ഒഴുകുന്നത് സത്ലജ് നദിയാണ്. പണ്ട് സ്കൂളിൽ പഠിച്ചൊരു ഓർമ്മയുണ്ട്. അന്നി എന്ന ടൗൺ കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കൊരു കുറച്ച് ദൂരം താഴെ എത്തപ്പോൾ തന്നെ ഈ നദി കണ്ടു തുടങ്ങും. പിന്നീട് ഈ നദിക്കരയിലൂടെയാണ് ഈ റോഡ് പോകുന്നത്. ലുഹ്രി എന്ന ഒരു ചെറിയ സ്ഥലമുണ്ട്. അവിടെ ഒരു പാലം കടന്ന് പിന്നെ നമ്മുടെ റോഡിൻ്റെ ഇടത് ഭാഗത്തൂടെ ഈ നദി ഇങ്ങനെ ഒഴുകുന്നത് കാണാൻ സാധിക്കും. പിന്നീട് അങ്ങോട്ട് ത്രൂ ഔട്ട് ഈ റോഡിൻ്റെ സൈഡിൽ നമുക്ക് ഈ സത്ലജ് നദിയെ കാണാൻ സാധിക്കും. സത്ലജ് റിവറിൻ്റെ ഒരു പ്രത്യേകത, ടിബറ്റിൽ നിന്ന് ഇത് സ്റ്റാർട്ട് ചെയ്ത് ഇന്ത്യയിലൂടെ ഒഴുകി പാകിസ്ഥാനിൽ ചെനാബ് നദിയിൽ ചെന്ന് അവസാനിക്കും. അതുപോലെ തന്നെ ഈ നദിക്ക് കുറുകെ കുറേ ഡാമുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഒരു ഡാം നമ്മൾ പോകുന്ന വഴിക്കാണ്, കർച്ചാം എന്ന സ്ഥലത്തിൻ്റെ പേര്. അവിടെ ഒരു ഡാം പണിഞ്ഞിട്ടുണ്ട്. നല്ല റോഡാണ്. താഴെ സത്ലജ് നദിയാണ്. ചെറിയ തണുപ്പുണ്ട്. ഈ റോഡേയുള്ള ഈ റൈഡിങ് എക്സ്പീരിയൻസ് വളരെ മനോഹരമായ ഒരു അനുഭവമാണ് കേട്ടോ. നമ്മുടെ വണ്ടി ഒന്ന് കഴുകുകയാണ് കേട്ടോ. കഴിഞ്ഞ 17 ദിവസമായിട്ട് വണ്ടി കഴുകിയിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പടി പൊടിയും ചളിയൊക്കെ ആയിരുന്നു. അവനൊന്ന് കുളിപ്പിച്ചെടുക്കുകയാണ്. അതുപോലെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ബിത്തൽ എന്ന സ്ഥലത്താണ്. സെയിഞ്ച് എന്ന ഒരു സ്ഥലമുണ്ട്, കുഞ്ഞു ടൗണാണ്. അതും കഴിഞ്ഞ് ബിത്തൽ എന്ന സ്ഥലത്തെത്തി. അവിടെ ഹോട്ടൽ ഹാരിത്ത് എന്ന ഒരു ഹോട്ടലാണ് ഇന്ന് നമ്മൾ താമസിക്കുന്നത്. ഇവിടെ വണ്ടി കഴുകാൻ പൈസ വളരെ കുറവാണ്. 100 രൂപയേ ഉള്ളൂ കേട്ടോ. നന്നായി സോപ്പൊക്കെ തേച്ച് നന്നായി റെഡിയാക്കി തരും.